ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൈബ്. നമ്മളെ കാർന്നോര് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. ഓക്കെ, ലൊക്കേഷൻ കറക്റ്റ് പറയും. അത് അല്ല, അത് അവിടെ എത്തിയിട്ട് പറയാം. അല്ല പറയും. മൂപ്പർ ഇന്നലെ ഭയങ്കര ഒരു പ്ലെയർ ആയിരുന്നു. നമ്മൾ പോകാൻ പോണത് ഷാർജയിൽ പഴയ കോർണിഷ്, അതായത് ഷാർജ ടു അജ്മാൻ റോഡിൽ. ഓക്കെ, ഒരു മരത്തിൻ്റെ ചോട്ടിലുള്ള ഒരു കടയിലേക്കാണ് പോകുന്നത്. ചെറിയൊരു കട. അവിടെ സ്പെഷ്യൽ, അവിടെ എല്ലാം സ്പെഷ്യലാണ്. ഒരു സിഗ്നേച്ചർ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചിക്കനും ബീഫും അത് എന്താ പറയുക, അവിടെ ചെന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അതിൻ്റെ ഒരു ഞാനിതുവരെ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ആണ് പോകുന്നത്. 20 വർഷം മേലെ ഉണ്ട് ആ കട. മുഹമ്മദ് പോയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ നോക്കാം. ഇത് നമ്മളെ ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനറാണ്. ആംസ്ട്രോങ്. ആ, ഫർഷാൻ പേഴ്സണൽ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നമ്പർ ചിലപ്പോൾ ലിങ്ക്ഡിനിൽ മെൻഷൻ ചെയ്യാം. സോറി, കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ലിങ്ക്ഡിൻ പെട്ടെന്ന് വരാനുള്ള കാരണം ജോബിങ്ങിന് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് ലിങ്ക്ഡിൻ വരിക. നമ്മൾ ഷാർജ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോയി നോക്കാം അല്ലേ ഷാർജക്ക്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റാണ് പോകുന്നത്. ഓക്കെ, മൂപ്പര നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നാണ്. ഒരാഴ്ചയായി. കഴിഞ്ഞ ശനിയാഴ്ച വന്നു. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരാൾ എടുക്കാൻ പോകുന്നു, പക്ഷേ അതിനുള്ളൊരു സിറ്റുവേഷൻ കിട്ടിയില്ല. ഇതാണ് നമ്മുടെ ഗിർഗിർ കാക്ക എന്ന് പറഞ്ഞ മിസ്റ്റർ സുകേഷ്. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ കൊല്ലം എത്ര ഷോപ്പിൽ പോയിട്ട് ഷെയർക്ക. പിന്നെ ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ചിലപ്പോൾ മൂഞ്ചാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിക്കുകയും ചെയ്യും അല്ലേ? അതെ, അല്ലെങ്കിൽ നമ്മൾ ബുറാമി ചിക്കൻ കഴിക്കാൻ പോകും. ഓക്കെ, അതും ഇതുപോലെ തന്നെ 10-20 വർഷം പഴക്കമുള്ള സ്ഥാപനമാണ്. സുഖേഷ്, നാട്ടിലെന്താ അവസ്ഥ സുഖേഷ് ചേട്ടാ? നാട്ടിൽ നല്ല അവസ്ഥ, ഇടയ്ക്ക് മഴ. ഓക്കെ, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? നാട്ടിൽ ഇവിടെ വന്ന സിറ്റുവേഷൻ നാട്ടിൽ നിൽക്കണമെന്നുള്ള സിറ്റുവേഷൻ ആണ്. പറഞ്ഞ കാര്യമില്ല. വെച്ചാല് വീട് പണിയും കാര്യങ്ങളും ടെൻഷനും കാര്യങ്ങളായിട്ട് നീളത്തിലുള്ള ഇവിടെ 10-15 വർഷമായി. 16 വർഷമായി. നമ്മുടെ നാട്ടില് മന്തിയാണ്. ഇവര് തന്നെ പറയാം. ഇവിടെ എന്ത്? ഇവിടെ മേഫില് ബിരിയാണിയാ. ഓക്കെ, ലൈറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മള് മാഹിയിലുണ്ട്. അടിപൊളി ടേസ്റ്റാ. ഷാർജ ബുഹേറ കോർണിഷ്. ഓക്കെ അല്ലേ? ലൈസൻസ് ഉണ്ട് നമ്മള് മുമ്പ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടാൻ പോവാം അല്ലേ? തണുപ്പൊക്കെ വരട്ടെ. തണുപ്പ് ഇപ്പൊ സുഹൈൽ വന്ന് ഓടി. ഇപ്പൊ ശൈത്യം വന്ന് ഓടി. ഇപ്പൊ കുറച്ച് ചൂടുണ്ട്. ചൂടൊക്കെ പോട്ടെ. ഡിസംബറിൽ പോകേണ്ടതാണ് ശരിക്കും. എവിടെ പോണം? ചിക്കൻ ചൂടാൻ. ചിക്കൻ ചൂടാൻ സമയമായിട്ടില്ലല്ലോ. 2 വണ്ടി എന്തായാലും പോണം അല്ലേ? നമ്മൾ തന്നെയല്ല ചോദിക്കുന്നത് എത്ര പേരുണ്ടാവും. റസാഖ് ഉണ്ടാവല്ലോ. ഇത് കൊറേയില്ലേ, വേറെ വലിയ വണ്ടി എടുക്ക്. എനിക്ക് ലൈസൻസ് കിട്ടിയല്ലേ? 6 സീറ്റർ എടുക്ക്. നല്ല ബ്ലോക്ക് ഉണ്ട്. അൽ-മാരിഫ കെഫ്റ്റീരിയ. ഓക്കെ, സുഖേഷേട്ടൻ ഉള്ളിൽ പോയിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്ത് സ്പെഷ്യൽ പറഞ്ഞിട്ട്. സ്പെഷ്യൽ ഉണ്ടോ? ഒരു ഗ്രേവ് എടുത്തു. ഇത് കാസർഗോഡ് നമ്മളെ നാട്ടിലാ. അടിപൊളി. എന്ത് സ്പെഷ്യൽ എടുത്തത്? ഇവിടെ എന്ത് സ്പെഷ്യൽ അല്ലേ? നെയ്പത്രി. ഇതെന്ത് പള്ളിക്കെട്ട് എന്തോ പത്രിക്കെട്ട്. ഇത് പള്ളിക്കെട്ട്. ബീഫ് വരവ്, ചിക്കൻ വരവ്, കടുമ്പ് എല്ലാം ഉണ്ട്. സാധനം അടിപൊളിയാണ്. നെയ്പത്രി ഉണ്ട്. ഒരു ഓല് പോലും ഇതിലില്ല. നെയ്പത്രി ഓലിങ്ങനെ കാണുന്നില്ല. അമ്മാതിരി നെയ്പത്രി. ഓക്കെ, തീയാണ് ഇവരടിക്കുന്നത്. ഞാനിപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഏതാ ഇവരെല്ലാം കഴിച്ച് തീരാറായി. അല്ല, ബീഫ് പത്തിരിക്കെട്ട് കിട്ടുന്നതാണ്. ടേസ്റ്റ് ഉണ്ട്. ബീഫും പത്തിരിക്കെട്ട് കിടിലാണ്.
ഞാൻ ഫസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്യാം നെയ്പ്പത്തിൽ. ഓക്കെ, ഫസ്റ്റ് ട്രൈ ആണ് ഗൈസ്. ഓക്കെ, പള്ളി കിട്ടും. സുഖക്ഷണമാണ് സംസാരിക്കുന്നത്. അടിപൊളി ഇങ്ങനെ കഴിക്കലുണ്ട്. പ്ലേറ്റ് ഇങ്ങനെ ചെരിഞ്ഞു പോകണം. ടേബിൾ കുറച്ച് ചെരിഞ്ഞിടുന്നു. ഗ്രേവി ഇടില്ല അല്ലേ? ഇത് ഗ്രേവി ഉണ്ടാവുമല്ലോ. രണ്ട് ബീഫ് കുറവാ. അല്ല, ഒരെണ്ണം മറ്റേതാണ്. ബീഫ് കുറവ് വറവേതാ അതന്നെ. ഗ്രേവി കൊണ്ടുവരാൻ അടിപൊളി ടേസ്റ്റ് അല്ലേ? നാട്ടിലത് ഫീൽ ചെയ്യുന്നു അല്ലേ? അങ്ങനെ ഗ്രേവി വേണം നിങ്ങൾക്ക്? ചിലതിന് മസാലയുണ്ട്. മസാലയുണ്ട്. ബോസേ ബ്രോ, ഗ്രേവി ഇല്ലേ? ഗ്രേവി ആ കലത്തപ്പെടുക്കാം. ഇത് 10 വേണം. ആ അതാ മതിയില്ലേ? നെയ്പ്പത്തിൽ അടിപൊളിയാട്ടോ അവിടെ. നെയ്പ്പത്തിൽ അടിപൊളിയാണോ? അധികം കാണുമ്പോൾ തന്നെ അടിപൊളി. കണ്ട ഒരു ഓയിലിൻ്റെ ഒരു ഇതുപോലില്ല. ഓയിലുണ്ടാവില്ല. അല്ല, സാധാരണ നാട്ടിൽ നല്ല ഒരു കട്ടി ബ്രൗൺ ഉണ്ടാകാം. ഇതുണ്ട് നല്ല വെളിച്ചെണ്ണ. 10 രൂപ. നാട്ടിലത്തെ അതേ ഫീലാണ്, ഒരു രക്ഷയില്ല. ചോറാറിഞ്ഞിക്കത്തെ എല്ലാവരും വരെ. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാം, കമൻറ്റിൽ നമ്മൾ പിന്നെ ചെയ്ത് വെക്കാം. ഓക്കെ, ഫ്രൈ ഐറ്റംസ് വേണം. ബീഫ് പെപ്പർ മസാല ഫ്രൈ ആണോ? എല്ലാ ലൈഫ് ലൈവ് നല്ല ക്ലിയർ ഉണ്ടാവണം. അത് ഇത് കിട്ടുക. തീപ്പെട്ടി പോലെ ഉണ്ട്. അത് നോക്കിയിട്ട് തരില്ല. എല്ലാവരും വരിക. ആ അപ്പോൾ ഓണർ ഞാൻ നാളെ കുമ്പളേ കുമ്പളല്ലേ അതെന്ത് പറയും? ആള് നിങ്ങൾ പിരിവിന് വേണ്ട കാസർഗോഡാണ് എടുത്ത് മുതലാളി. അതായത് നാട്ടിൽ അതേ വൈബുള്ള ഫുഡ് ഒരു രക്ഷയില്ല. ഇതേപോലത്തെ ഒരു കറണ്ട് നൈഫിൽ അതെ. ഓക്കെ, എൻ്റെ കഴിച്ച് കഴിഞ്ഞു. ഇവിടെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. റിഫാസ്ക്ക് അത് മറന്നടിയാണ്. വരുത്തുന്നില്ല. പിന്നെ ഓർഡർ ചെയ്യുന്നു. അൺലിമിറ്റഡ് ഇല്ല, ലിമിറ്റഡ് ആണ് ഇവിടെ. സുകേഷ് ഭായി എന്താ പറയാ, ഇതിട്ടടിക്കുന്നില്ല. എനിക്കൊന്നുമില്ലല്ലോ, എനിക്കാൻ പറ്റുന്നില്ല. ഡയറ്റിന് റിഫാസ്ക്ക് പറഞ്ഞെന്തറിയോ, എനിക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല, കാർ പോകണം. പക്ഷെ ബാക്കിയുള്ള സാധനം എല്ലാം കാർ പോകണം. അത് നോക്കിയിട്ടില്ല, അത് അടിച്ച് പിന്നിച്ചിട്ടുണ്ട്. അല്ല, പുലി പറഞ്ഞത് പോടുണ്ടാവില്ല എന്ന പോലെ അതുപോലത്തെ സിറ്റുവേഷൻ ഞാൻ കാണുമ്പോൾ. അമ്മത് ഫുഡ് എങ്ങനെ ഉണ്ടായി? അടിപൊളി. ശരിക്കാം, ശരിക്കും ഓൾറെഡി വരുന്നതാണ്. കുഴപ്പമില്ലെന്നല്ല, അടിപൊളിയാണ്. നാട്ടിൽ മൗലിദിന് പോയ ഫീലായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ മൗലിദിന് പോയ ഫീലായി. എന്തൊക്കെയാണ് പറഞ്ഞൊക്കെ അവരോട് എനിക്ക് അടിപൊളി. എനിക്ക് മൗലിദിന് പോയ അതേ ഫീലായിട്ടോ. നല്ല ഫുഡായിരുന്നു, അടിപൊളി, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. ഓക്കെ, നല്ല അടിപൊളി അല്ലേ? എല്ലാവരും അവസാനം ഫൈനലായിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു രക്ഷയില്ല. അപ്പുറത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. ടേസ്റ്റാണ്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ്. ഒരു കറിക്ക് 9-10 grams ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളി നാട്ടിലെ വൈബ തന്നെ കിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ മൗലിദിന് പോയ ഒരു ഫീൽ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇല്ല, അത് നടക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെയ്പ്പത്തലാണ്. നെയ്പ്പത്തലും പിന്നെ കടമ്പും. നെയ്പ്പത്തിനും കടുമ്പ് അടിപൊളി. മറ്റേ മോട്ടർ റൈസിൻ്റെ കടുമ്പെന്ന് തോന്നുന്നു. ബീഫ് വറവ് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പള്ളിക്കട്ട് ടേസ്റ്റില്ലാന്നല്ല, പക്ഷെ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഇത് പത്തിരിക്കട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഭാഗത്ത് കാണുന്നുണ്ടോ കോർണിഷ് ഷാർജ?